നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു 10-15 പവൻ പണയം വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഷോർട്ട് ഫിലിം ചെയ്യാം. അതിന് പറ്റിയ ടീം എൻ്റെ കയ്യിലുണ്ട്. എടാ, കേസിന്ന് രക്ഷപ്പെടാനും കാശ് വേണ്ടേ? വേണം. നീ ഒരു 40 പവൻ സ്വർണ്ണം എടുത്ത് വീശ്. കേസും സെറ്റിലാക്കി നമുക്ക് ഷോർട്ട് ഫിലിം കൊടുക്കാം. അതോടെ ഈ പ്രശ്നമെല്ലാം തീരും. എടാ, സ്വർണം മുഴുവൻ പണയം വെച്ച് ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ടി വരും. അയ്യോ, അരുത് ശിവാനി, അരുത്. നീ ഇങ്ങനെയൊന്നും പറയരുത്. നീ വലിയ നടിയാവും. ഇന്ന് നിന്നെ ചീത്ത വിളിച്ച UKC അടക്കം എല്ലാവരും നിന്റെ ഡേറ്റിന് വേണ്ടി ക്യൂ നിൽക്കും. പോസിറ്റീവായിട്ട് ചിന്തിക്ക് ശിവാനി. 100 പവനും നിന്നെ കൊണ്ട് ഞാൻ പുറത്തെടുപ്പിക്കും. മുഴുവൻ വിറ്റ് മാക്സിമം നിന്നെ ഉപയോഗിച്ച് തെരുവിലേക്ക് വലിച്ചെറിയും. അതാണ് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. എന്തായാലും ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. ഇവിളിതെന്താ ഇയർഫോണൊക്കെ വെച്ച് പച്ചക്കറി അരിയുന്നേ? ഞാൻ പറഞ്ഞിട്ട് ആന്റി, പാട്ട് കേട്ട് ജോലി ചെയ്താ ഒരു റിലാക്സേഷൻ കിട്ടും. എന്തിനാ വെറുതെ ടെൻഷൻ അടിച്ച് ജോലി ചെയ്യുന്നത്? എനിക്ക് പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ അതിനൊന്നും ഇവിടെ സമയമില്ലല്ലോ. ഇതാകുമ്പോ പാട്ടും കേൾക്കാം, ജോലിയും നടക്കും. ആയിക്കോട്ടെ, ഇനി ഞാനും നിധിയുടെ ഈ പാട്ട് സൂത്രം ഒന്ന് പരീക്ഷിച്ചു നോക്കാം. നിന്റെ മുഖത്തെ അമ്മ അനിയനും വരുന്നതിന് സന്തോഷം കാണാനുണ്ട്. അവര് വരുന്നത് പ്രമാണിച്ച് ഇവിടെ എന്താ സ്പെഷ്യല്? ഞാനിത്തിരി പായസം ഉണ്ടാക്കി ആന്റി. നല്ല മണം വരുന്നുണ്ട്. നിന്റെ പായസം ഗംഭീരാവുന്നു തോന്നുന്നു. അറിയാവുന്നത് പോലെയൊക്കെ വെക്കുന്നു, അത്രേ ഉള്ളൂ. ഓ അയ്യടാ, എന്തൊരു എളിമ. റെഡി ആയാൽ ഉടനെ ഒരു ഗ്ലാസ് പായസം എനിക്ക് തന്നേക്കണേ. ആദ്യത്തെ ഗ്ലാസ് പായസം ആന്റിക്കായിരിക്കും പോരെ? അതൊന്നും വേണ്ട. ആദ്യത്തെ ഗ്ലാസ് നീ നിന്റെ കെട്ടിയവന് കൊടുത്താ മതി. അതാ അതിന്റെ ശരി. കെട്ടിയവന് കൊടുത്തിട്ട് എന്താ കാര്യം? നല്ല അഭിപ്രായം തോന്നിയാ പോലും പറയില്ല. മൂപ്പർക്കേ ചില സ്ഥിരം മെനു ഉണ്ട്, അതേ പിടിക്കൂ. നല്ല ചായ കൊടുത്താ വലിയ കാര്യം, ഒരുപാട് പുകഴ്ത്തും. അതിന്റെ ടേസ്റ്റ് മാത്രമേ നാവ് പിടിക്കുള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്. അവന്റെ അച്ഛനും ചായ ഏറ്റവും കൂടുതൽ ഇഷ്ടം. തുടർച്ചയായി ജോലി ചെയ്തോണ്ടിരിക്കുന്നവരല്ലേ. ക്ഷീണം മാറ്റാൻ ചായ ബെസ്റ്റ് ആയതുകൊണ്ടാ ഈ ഒരു അഡിക്ഷൻ. പക്ഷേ അങ്കിള് മറ്റു ഭക്ഷണങ്ങളും ആസ്വദിച്ചാ കഴിക്കുന്നത്. നല്ലതാണെങ്കിൽ അത് പറയുകയും ചെയ്യും. പക്ഷെ ഗൗതം സാറിന് എന്ത് കൊടുത്താലും ഇങ്ങേർക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് തോന്നിപ്പോവും. എന്ന് കരുതിയേ നീ പാചകമൊന്നും നിർത്തിയേക്കല്ലേ മോളെ. ഞങ്ങൾക്ക് അതിന്റെ നഷ്ടം. ചുമ്മാ എന്റെ ആന്റി. അമ്മയ്ക്ക് പായസം. നീ എന്താ എന്നെ വിളിച്ചത്? അമ്മയെന്നോ? അങ്ങനെ വിളിക്കാൻ നിന്നെ പെറ്റത് ഞാനാണോ? അതല്ല, ഗൗതം സാർ അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് ഞാനും. ഗൗതം വിളിക്കുന്നത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ഞാനായതുകൊണ്ടാ. പക്ഷേ നീ എന്നെ വിളിക്കുന്നത് എന്നെ സുഖിപ്പിച്ച് സോപ്പിടാനാണെന്ന് എനിക്കറിയാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആള് ഞാനാണെന്ന് മനസ്സിലാക്കി എന്നെ സന്തോഷിപ്പിക്കാനല്ലേ നീ പായസം ആദ്യം എനിക്ക് തന്നെ കൊണ്ടു തന്നത്? അയ്യോ, അതൊന്നും അല്ല. ഞാനിത് എടുത്തോണ്ട് വന്നപ്പോ അമ്മേ. അയ്യോ സോറി, മാഡത്തെ കണ്ടതുകൊണ്ട് ചോദിച്ചതാ. നിന്റെ ഇത്ര അടവൊന്നും എന്റെ അടുത്ത് വേണ്ട. ആഹാ, സൂപ്പർ പായസം, ഉഗ്രൻ ടേസ്റ്റ്. ഏട്ടത്തി പായസവും കുടിച്ച് നടന്നോ? വലിഞ്ഞു കയറി വന്ന മരുമകൾക്ക് ഈ വീട്ടിൽ ആരെ എന്ത് വിളിക്കണമെന്ന് പോലും അറിയില്ല.
ഇവളിപ്പോ എന്നെ എന്താ വിളിച്ചെന്ന് ഏട്ടത്തി കേട്ടോ? അമ്മേന്ന്. അതിനെന്താ കുഴപ്പം? ഈ ലോകത്തിലെ ഏറ്റവും പവിത്രമായ വിളിയല്ലേ അത്? പിന്നെ പവിത്രത. തെരുവിലിരിക്കുന്ന ഭിക്ഷക്കാരി നീട്ടി വിളിക്കുന്നത് അമ്മയെന്നാ എന്ന് കരുതി അവരെ നമ്മള് കുടുംബത്തിൽ കൊണ്ടുവന്ന് സൽക്കരിക്കുവോ? അവർക്ക് നമ്മള് സ്വത്തൊക്കെ എഴുതി കൊടുക്കുവോ? സോറി മാഡം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല. തെരുവിലുറങ്ങുന്ന ഭിക്ഷക്കാരിയെ അമ്മയെന്ന് വിളിച്ചാലും മാഡത്തെ ആ വാക്ക് വിളിച്ച് ഞാൻ അപമാനിക്കില്ല. നീ ഈ പറയുന്നത് പോലും മുള്ളും മുനയും വെച്ചാണെന്ന് എനിക്കറിയാം. എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് നിന്നെ. നിധി, നീ ഉണ്ടാക്കിയ പായസം അടിപൊളി. എനിക്ക് കുറച്ചുകൂടെ പായസം. അമ്മ ഇപ്പൊ വന്നു. കാറിന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ഞാൻ വന്നിട്ട് 10-48 കൊല്ലം കഴിഞ്ഞു. വെരി നൈസ്. നിധി ചേച്ചി പായസം പൊളിച്ചു. താങ്ക്സ് മോളെ. സാധാരണ ഞാൻ ഒരു പായസം കുടിക്കാത്ത, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. യാമിനി, നീ ഇതിന്റെ റെസിപ്പി പഠിച്ചു വെച്ചോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം. ആ, എന്തിനാ റെസിപ്പി പഠിക്കുന്നത്? പ്രണവിന് പായസം വേണമെന്ന് തോന്നുമ്പോ പറഞ്ഞാ മതി, അപ്പൊ തന്നെ ഞാൻ ഉണ്ടാക്കി തന്നോളാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നീ കൂടുതൽ പായസം ഉണ്ടാക്കേണ്ടി വരും. കാരണം ഇത് മുഴുവൻ ഇപ്പൊ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുടിച്ചു തീർക്കും. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ എന്താ ഇവളുടെ പായസത്തിന്റെ മഹത്വം വിളമ്പുന്ന പരസ്യചിത്രം വല്ലതും എടുക്കുവാണോ? അതോ ഈ വീട്ടിലെ ആരും ഇതുവരെ പായസം കുടിച്ചിട്ടില്ലേ? ഇത്രയ്ക്കങ്ങ് പുകഴ്ത്താൻ മാത്രം എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഗ്ലാസ് പായസം നീയും കുടിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാകും ഞങ്ങൾ എന്തിനാ നിധിയെ പുകഴ്ത്തുന്നേന്ന്. എല്ലാവരും കുടിച്ചു കഴിഞ്ഞിട്ട് മിച്ചമുള്ളതല്ലേ ഇവളെനിക്ക് നീട്ടിയത്. ഞാൻ കൂടി വന്നിട്ട് ഒരുമിച്ച് ഷെയർ ചെയ്താൽ മതിയെന്ന് ഈ ഉത്തമ മരുമകൾക്ക് തോന്നിയില്ലല്ലോ. അതുകൊണ്ട് എനിക്കിത് വേണ്ട. അമ്മേ, എനിക്ക് വേണ്ടി അമ്മ ഒരു ഗ്ലാസ് കഴിക്കണം പ്ലീസ്. ഗൗതം, വേണ്ട. ഇക്കാര്യത്തില് നീ റെക്കമെൻഡേഷനുമായിട്ട് വരണ്ട. മോളെ, നിനക്ക് വിഷമായോ? ഇല്ല എന്റെ ചേച്ചിക്ക് ശരിക്കും സങ്കടമായിട്ടുണ്ട്. പുറത്ത് കാണിക്കാത്തതാ. ഛെ, ആന്റിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ആദ്യം പരിഗണിക്കേണ്ടത് ആന്റിയാണെന്നാണ് ആന്റിയുടെ വാശി. അതെന്റെ വാശിയല്ല, ഈ കുടുംബത്തിന്റെ കീഴ്വഴക്കമാണ്. അപ്പൊ ഞാൻ ആദ്യം ആന്റിക്ക് പായസം തരാത്തതാണ് തെറ്റ്. പക്ഷേ ഈ വീട്ടിൽ ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്റെ ഭർത്താവിനാണ്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക്, അതും കഴിഞ്ഞാൽ കുട്ടികൾക്ക്. ഇവിടുത്തെ കുട്ടികള് പ്രണവും യാമിനിയുമാണ്. ഈ പറഞ്ഞവരെല്ലാം ഞാൻ ഉണ്ടാക്കിയ പായസം ആസ്വദിച്ച് കഴിച്ചു. ഇനി ആന്റിയുടെ ഊഴം. ദാ കഴിക്കൂ, നല്ല പായസം. ഈ കുടുംബത്തില് ഞാൻ നിനക്ക് അവസാന ഊഴക്കാരിയാണല്ലേ? ഒരിക്കലും അല്ല. അവസാന ഊഴം എന്റേതാണ്.